ഹലോ ഫ്രണ്ട്സ്, എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു 12 ഇഞ്ച് സബിന്റെ ബോക്സ് ആണ് കാണിക്കാൻ പോകുന്നത്. ഈ ഒരു ബോക്സ് 18mm MDFിലാണ് ഈ ഒരു ബോക്സ് ചെയ്തെടുത്തിട്ടുള്ളത്. ഈ ഒരു ബോക്സ് ഞാൻ ടേപ്പ് എടുത്ത് അളന്നൊന്നും കാണിച്ചിരുന്നില്ല. ഇതിന്റെ ബാക്കോട്ടുള്ള നീളം ഏകദേശം 22 ഇഞ്ച് വരും. പുറം അളക്കുകയാണെങ്കിൽ ഉള്ളളവല്ല, പുറം അളവ്. സാധാരണ സബിന്റെ ബോക്സ് എല്ലാവരും ചെയ്യല് ശരിക്കും പറഞ്ഞാൽ ഫ്രണ്ടിൽ നിന്ന് ബാക്കോട്ടുള്ള നീളം 18 ഇഞ്ചാണ്. ഇത് 22 ഇഞ്ചാണ് ഇതിന്റെ ഫ്രണ്ടിൽ നിന്ന് ബാക്കോട്ടുള്ള ആ നീളം വെച്ചിട്ടുള്ളത്. ഇത് നമുക്ക് JBL ഇൻഫിനിറ്റി പോലത്തെ സബിനൊക്കെ കറക്റ്റ് ആയിട്ട് മാച്ച് ആക്കി എടുത്തിട്ടുള്ള ഒരു സബ് വൂഫറിന്റെ ബോക്സ് ആണത്. ഈ ഒരു സബ് വൂഫർ ബോക്സിന്റെ എയർ ഹോൾസ് കൊടുത്തിട്ടുള്ളത് 1.25 ഇഞ്ചിലാണ് കൊടുത്തിട്ടുള്ളത്. അത് ഒരുവിധം സബ് വൂഫർ ബോക്സിനൊക്കെ അതുപോലെ തന്നെ ആ ഒരു അളവിലാണ് എയർ ഹോൾസ് കൊടുക്കുക. ഈ ഒരു ബോക്സിന്റെ ഹൈറ്റ് വരുന്നത് 18 ഇഞ്ചാണ്. JBLന്റെ ഡൈൻറ്റിന്റെ ഒക്കെ സബ് വൂഫറിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു ബാസ് തന്നെ നമുക്ക് ഇതിൽ ഫീൽ ചെയ്യും. ഇത് ഞാൻ വെച്ച് നോക്കിയതാണ്. ഡൈൻറ്റി, JBL ഇൻഫിനിറ്റി അതുപോലുള്ള ഒരുവിധ സബുകളൊക്കെ ഞാൻ ഇതിൽ വെച്ച് നോക്കിയിട്ടുണ്ട്. C10ന്റെ വെച്ച് നോക്കിയിട്ടുണ്ട്. അതൊക്കെ നല്ലൊരു വർക്കിംഗ് തന്നെ നമുക്ക് ഇതിൽ ഫീൽ ചെയ്യും. സബ് വൂഫറിന്റെ ബോക്സ് പല മോഡൽ വരുന്നുണ്ട്. ഫ്രണ്ടിൽ എയർ ഹോൾസ് വരുന്നുണ്ട്, ബാക്കിൽ എയർ ഹോൾസ് വരുന്നുണ്ട്, അടിയിൽ എയർ ഹോൾസ് വരുന്ന മോഡലുണ്ട്. ഈ അടിയിൽ എയർ ഹോൾസ് വരുന്ന മോഡലും ഈ ഫ്രണ്ടിൽ എയർ ഹോൾസ് വരുന്ന മോഡലുമാണ് ഏറ്റവും നല്ല വർക്കിംഗ് ഉള്ളത്. അതിൽ ഏറ്റവും നല്ല വർക്കിംഗ് ഫ്രണ്ടിൽ എയർ ഹോൾസ് വരുന്നതാണ്. അത് കഴിഞ്ഞിട്ടുള്ളത് അടിയിൽ, അതായത് സബ് വൂഫർ ബോക്സിന്റെ അടിയിൽ എയർ ഹോൾസ് വരുന്ന മോഡലുമാണ് അത്യാവശ്യം നല്ല വർക്കിംഗ് ഉള്ള ഒരു മോഡൽ. ഇതിന്റെ ഉള്ളില് ഫോമൊക്കെ ഒട്ടിച്ച് വെച്ചതാണ്. സബ് വൂഫർ കൊടുക്കാൻ പാകത്തിനാക്കിയിട്ട് വെച്ചതാണ് ഈ ഒരു സബ് വൂഫർ ബോക്സ്. അതായത് ഫുൾ പണി കഴിഞ്ഞാണ്, ഇനി ഊഫർ കുടിക്കുക മാത്രം മതി. ഈ ഒരു സബ് വൂഫറിൽ നമുക്ക് ഗ്രില്ല് വെക്കാൻ പാകത്തിനാണ് ചെയ്തിട്ടുള്ളത്. അതായത് ഗ്രില്ല് ആവശ്യമുള്ളവർക്ക് ഗ്രില്ല് വെക്കാം, ആവശ്യമില്ലാത്തവർക്ക് വെക്കണ്ട. ആ മോഡലിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതുപോലെ ബോക്സ് ചെയ്തിട്ട് ബാസ് കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തർ വിളിക്കുന്നുണ്ട്. അത് ആമ്പിന്റെ ഒക്കെ പ്രശ്നം വരുമ്പോ നമ്മൾ നല്ല ബോക്സ് ഒക്കെ ചെയ്ത് വെച്ചിട്ട് ആമ്പിന് പവർ ഇല്ലെങ്കിൽ നമുക്ക് ആ ഒരു പ്രതീക്ഷിച്ചൊരു ഫീലിംഗ് കിട്ടില്ല. നമുക്ക് ആമ്പൊക്കെ അത്യാവശ്യം നല്ല ആമ്പാണെങ്കിൽ മാത്രമേ നമുക്ക് ആ പ്രതീക്ഷിച്ച വർക്കിംഗ് കിട്ടുള്ളൂ. നല്ല ബോക്സ്, നല്ല MDFിലൊക്കെ ചെയ്ത നല്ല ബോക്സിൽ 12 ഇഞ്ച് സബ്ബൊക്കെ കൊടുത്തിട്ട് വാട്സ് കുറഞ്ഞ ആമ്പാണ് കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള ഒരു ബാസ് കിട്ടില്ല. അതിപ്പോ ഞാൻ പറയേണ്ട കാര്യമില്ല, ഇതറിയുന്നവർക്ക് അറിയും. യൂട്യൂബ് ചാനലുകളിൽ ഇഷ്ടംപോലെ ബോക്സ് ചെയ്യുന്നവരുണ്ട്, കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട് ബോക്സ് ചെയ്യുന്നതൊക്കെ. പലതരം ബോക്സുകൾ ചെയ്യുന്ന, സറൗണ്ട് ബോക്സ്, ലെഫ്റ്റ് റൈറ്റ്, 3-വേ ബോക്സ്, ഇതെല്ലാം ചെയ്യുന്നവരുണ്ട്. ഈ സബ് വൂഫറിന്റെ ബോക്സ് ആയാലും ശരി, സ്പീക്കറിന്റെ 3-വേ ബോക്സുകളായാലും 2-വേ ബോക്സുകളായാലും അത് ചെയ്യുന്നവരെ കൊണ്ട് ചെയ്യിക്കുകയാണ് ഏറ്റവും നല്ലത്. അതാകുമ്പോൾ വർഷങ്ങളായിട്ടുള്ള പരിചയമുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അവർ ചെയ്താലേ അത് കൃത്യമായിട്ട് നമുക്ക് ഒരു ബോക്സ് അതിന്റെ ഫിനിഷിങ് ഉണ്ടാവുള്ളൂ. അല്ലാത്തവർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഫിനിഷിങ് നമുക്ക് എന്തായാലും കിട്ടില്ല. ഇതുപോലുള്ള സബ് വൂഫർ ബോക്സുകൾ ഓൺലൈനിലും ഇഷ്ടംപോലെ വാങ്ങാൻ കിട്ടും. അതുപോലെ തന്നെ കടകളിൽ റെഡിമെയ്ഡ് ആയിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നല്ല മോഡലും ഉണ്ടാവും, കുറച്ച് ക്വാളിറ്റി കുറഞ്ഞ മോഡലും ഉണ്ടാവും, ക്വാളിറ്റി കൂടിയ മോഡലും ഉണ്ടാവും. പക്ഷെ അളവൊന്നും അത്ര വലിയ കറക്റ്റ് ആയിട്ടൊന്നും ആയിരിക്കില്ല അത്. ഇതുപോലുള്ള ബോക്സിൽ സബ് വൂഫർ ഫിറ്റാക്കി വർക്ക് ചെയ്യുന്നൊക്കെ ഞാൻ മുമ്പ് വീഡിയോകളിൽ കാണിച്ചിട്ടുണ്ട്. ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ട് കാണിച്ചിട്ടുണ്ട്. അത് ഇതുപോലുള്ള ബോക്സ് തന്നെയാണ്, സബ് വൂഫറിന്റെ ബോക്സ് ആണ്. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു വർക്കിംഗ് ഈ ഒരു ബോക്സിൽ സബ് വൂഫർ വെച്ചാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടും. അതിൽ ഒരു സംശയവും വേണ്ട. അത്രയും കറക്റ്റ് ആയിട്ടാണ് ഇതിന് അടിച്ചിട്ടുള്ളത്. ഇതിന്റെ ഉള്ളൊക്കെ ഇത്രയും ഫിനിഷിങ്ങിലാണ് ചെയ്തിട്ടുള്ള. ഫോമൊക്കെ കറക്റ്റായിട്ട് ഒട്ടിച്ച് നല്ല സെറ്റ് ആക്കിയിട്ട് തന്നെ ഈ ബോക്സ് ചെയ്തിട്ടുള്ളത്. ഇതിൽ സബ് വൂഫർ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു വർക്കിംഗ് തന്നെ എന്തായാലും കിട്ടും. സബ് വൂഫറൊക്കെ വെക്കും 12 ഇഞ്ചിന്റെ, എന്നിട്ട് ഇതിലേക്ക് കൊടുക്കുന്ന വയറ് അത് ഏറ്റവും ക്വാളിറ്റി കുറഞ്ഞതും കൊടുക്കും. അപ്പൊ തന്നെ സബ് വൂഫർ പതറാൻ തുടങ്ങും. അതായത് നാമ്പിന്ന് വരുന്ന വയറ് നല്ല ക്വാളിറ്റി ഉള്ള വയറ് കൊടുത്തിട്ടില്ലെങ്കിൽ സബ് വൂഫർ പതറും. പിന്നെ സബ് വൂഫർ പതറുക എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല. അങ്ങനെയൊക്കെ ഫാൾട്ടുകൾ പറ്റുന്നവരുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ധൈര്യമായിട്ട് ചെയ്യാം.